ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് സുപരിചിതമായ ഒരു ഉപമയാണ് വിത്തിൻ്റെ ഉപമ അല്ലെങ്കിൽ വിതക്കാരൻ്റെ ഉപമ. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ആ 8-ാമത്തെ വാക്യത്തിൽ ഇതാണ് പറയുന്നത്: ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്നു, ഫലം കൊടുത്തു, 30, 60, 100 മേനിയായി വിളഞ്ഞു. നല്ല നിലത്ത് വീണ വിത്തുകൾ. ഒരു കൃഷിക്കാരൻ വിതയ്ക്കാനായി ഒരു കുട്ടയിൽ വിത്ത് എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരേ കുട്ടയിൽ നിന്നുള്ള വിത്ത്, ഒരേ ശക്തിയുള്ള വിത്ത്, ഒരേ മികവുള്ള വിത്ത്, ഒരേ ഗുണമുള്ള വിത്തുകളാണ്. മൊത്തം ഒരു കുട്ടയിൽ നിന്നുള്ള വിത്തുകളാണ്, ഒരു കൃഷിക്കാരൻ്റെ വിത്തുകളാണ്. അത് ചിലത് അങ്ങനെ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു. നമുക്കറിയാം, പല സാഹചര്യങ്ങളിൽ ഇത് വന്ന് വീണപ്പെട്ടതാണ്, എറിയപ്പെട്ടതാണ്. അല്ലാതെ ആ വിത്തിൻ്റെ ഒരു ചോയ്സോ ആ വിത്തിൻ്റെ ആഗ്രഹമോ അല്ലായിരുന്നു അവിടെ വീഴുവാനുള്ളത്. ഏതോ ഒരു സാഹചര്യത്തിൽ വന്ന് ആ സ്ഥലങ്ങളിൽ വഴിയരികെ വീണപ്പെട്ടു. അപ്പം അത് പറകൊഴുതുന്നു, കുറേ ആൾക്കാർ ചവിട്ടി, അത് വളരാൻ സാധിച്ചില്ല, അതിന് സാഹചര്യമൊത്തില്ല. അതുപോലെ ഈ പാറസ്ഥലത്ത് വീണത് വേരില്ലായാൽ അത് ഉണങ്ങിപ്പോയി. അതുപോലെ മുള്ളിനിടയിൽ വീണത് മുള്ള് വളർന്നപ്പോൾ അതോട് ഞെരുക്കി കളഞ്ഞു. എന്നാൽ ഈ നല്ല സ്ഥലത്ത് വീണ വിത്ത്, അത് അതിന് വളവും അതിൻ്റെ വെള്ളവും ഒക്കെ യഥാസമയം കിട്ടി, നല്ലൊരു സാഹചര്യത്തിൽ വളർന്നു. അത് 30, 60, 100 മേനിയുമായിട്ട് വിളഞ്ഞ് ഫലം കൊടുത്തു. ഇത് ഈ നല്ല നിലത്ത് വീണ വിത്ത് ആ വിത്തിൻ്റെ ഒരു ഇതുകൊണ്ടല്ല, അതെങ്ങനെയോ അവിടെ വന്നു വിളക്കപ്പെട്ടു. അത് പക്ഷേ ദൈവാനുഗ്രഹമായി എന്തുമായിക്കോട്ടെ. ഇത് നമ്മുടെ ഈ ഒരു ഉപമ നമ്മുടെ ഇടവക തലത്തിലേക്ക് ഒന്ന് ഉപമിക്കുകയാണെങ്കിൽ, നമുക്കൊക്കെ ഇപ്പം ഇടവകയിൽ ഒരിടവകയെ സംബന്ധിച്ചിടത്തോളം പല സാഹചര്യങ്ങളിൽ ജീവിച്ചു വളർന്നവരാണ്. അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അവർ വളർന്നുന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം ഇപ്പം ഈ സാധാരണയായി കാണുന്നത് പണ്ടത്തെ പോലെ കൂട്ടായ്മയല്ല, കൂട്ടുകെട്ടുകളാണ്. അതായത് നല്ല നിലത്ത് വീണ് 30, 60, 100 മേനി ഫലം കൊടുക്കുന്ന അവരുടെ ഒരു കൂട്ടുകെട്ട്, മുള്ളിനടിയിൽ വീണ ആൾക്കാരുടെ ആ സാഹചര്യങ്ങളിൽ ഉള്ള ഒരു കൂട്ടുകെട്ട്, പിന്നെ പാറസ്ഥലത്ത് വീണ ആൾക്കാരുടെ ഒരു കൂട്ടുകെട്ട്, വഴിയരികെ വീണ ആൾക്കാരുടെ ഒരു കൂട്ടുകെട്ട്. ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളാണ്. ഈ കൂട്ടുകെട്ടിൽ നിന്ന് ഇതെല്ലാം ഒരു കുട്ടയിൽ നിന്ന് വീണ, നമ്മളെല്ലാം ഒരു കുട്ടയിൽ നിന്നുള്ള വിത്തുകളാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി എല്ലാം നമ്മൾ ദൈവതമ്പുരാൻ സൃഷ്ടികളാണ്. പക്ഷെ പല സാഹചര്യങ്ങളിൽ നമ്മൾ ആയിപ്പോയി എന്ന ഒരു കുറ്റമേ ആ മുള്ളിനിടയിൽ അവർക്ക് വളരാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ആ സാഹചര്യമെല്ലാം ഒരുമിച്ച് ഈ നല്ല നിലത്ത് വീണ ആൾക്കാരെല്ലാവരും കൂടി ആ നല്ല കഴിവും സമ്പത്തും ആരോഗ്യവും എല്ലാം ഉള്ള ആൾക്കാർ മറ്റുള്ളവരെ കൂടെ അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് മൊത്തമായ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് വന്ന് മുള്ളിനിടയിൽ വീണവരെയൊക്കെ ആ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ പാറ സ്ഥലത്ത് വീണവർക്ക് കുറേ കൂടെ ആഴമായി വളരാൻ ഉള്ള സാഹചര്യം ഒരുക്കുക, അല്ലെങ്കിൽ വഴിയരികെ വീണവർക്ക് അവരിൽ മാറ്റി അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക. ഇങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ആ കൂട്ടുകെട്ടിൽ നിന്നും കൂട്ടായ്മയുടെ അനുഭവത്തിൽ, അതാണ് സഭ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളായി ഒരുമിച്ചൊരു മക്കളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ദൈവം തമ്പുരാൻ്റെ കൃപ നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.